നമസ്കാരം. പ്രവാസികളെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ അതിർത്തിയിൽ US കരസേന നീക്കം. 3000 എലൈറ്റ് സൈനികരെ അയക്കാൻ ട്രംപ് ഉത്തരവിട്ടു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാന് നേരെയുള്ള കരയുദ്ധത്തിനുള്ള മുന്നൊരുക്കമെന്നോണം അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ എലൈറ്റ് സൈനിക വിഭാഗമായ 8th എയർബോൺ ഡിവിഷനെ മേഖലയിലേക്ക് അയക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. മേജർ ജനറൽ ബ്രാൻഡർ ടേറ്റ്മേയറുടെ നേതൃത്വത്തിലുള്ള 3000-ഓളം പാരച്യൂട്ട് സൈനികരെയാണ് പെന്റഗൺ മിഡിൽ ഈസ്റ്റിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയോ ഇറാൻ മണ്ണിൽ നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തുകയോ ചെയ്യാനാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലും 18 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ ശേഷിയുള്ളവരാണ് 82ാം എയർബോൺ ഡിവിഷൻ. ശത്രുക്കളുടെ വിമാനത്താവളങ്ങൾ, പാലങ്ങൾ, മറ്റ് സുപ്രധാന കേന്ദ്രങ്ങൾ എന്നിവ മിന്നൽ വേഗത്തിൽ പിടിച്ചെടുക്കുന്നതിൽ ഇവർ വിദഗ്ധരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമയാന സൈനിക വിഭാഗങ്ങളിൽ ഒന്നാണ് 82ാം എയർബോൺ ഡിവിഷൻ. രണ്ടാം ലോകമഹായുദ്ധത്തിലെ നോർമണ്ടി ലാൻഡിംഗ്, വിയറ്റ്നാം യുദ്ധം, കുവൈറ്റ് വിമോചനം, ഇറാഖ് അധിനിവേശം എന്നിവയിൽ ഇവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി ചാടിയോ ഹെലികോപ്റ്റർ വഴിയോ ശത്രുപാളയത്തിന് പിന്നിലെത്തി ആക്രമണം നടത്താൻ ഇവർക്ക് സാധിക്കും. സൈനിക നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും സമാധാന ചർച്ചകളെക്കുറിച്ച് വൈറ്റ് ഹൌസ് മൗനം പാലിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നെങ്കിലും അമേരിക്ക ഇതിനോട് കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. ഇതൊരു സെൻസിറ്റീവ് വിഷയമാണെന്നും മാധ്യമങ്ങളിലൂടെ ചർച്ചകൾ നടത്തില്ലെന്നുമാണ് വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കിയത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദേശ താമസക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി. യൂറോസ്റ്റാറ്റിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് യൂറോപ്യൻ യൂണിയന് പുറത്ത് ജനിച്ച 4.67 കോടി ആളുകളാണ് നിലവിൽ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 19 ലക്ഷം പേരുടെ വർധനവാണിത്. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ പടിഞ്ഞാറൻ യൂറോപ്പിലെ ചെറിയ രാജ്യങ്ങളിലാണ് വിദേശികൾ കൂടുതലുള്ളത്. ലുക്സംബർഗാണ് ഒന്നാം സ്ഥാനത്ത്, 51%. ഇവിടെ പകുതിയിലധികം പേരും വിദേശത്ത് ജനിച്ചവരാണ്. രണ്ടാമത് മാൾട്ടയാണ്, 32%. സൈപ്രസ് മൂന്നാമത്, 28%. അയർലൻഡ് 23%. ഓസ്ട്രിയ 22%. വലിയ രാജ്യങ്ങളിൽ സ്വീഡൻ, ജർമ്മനി എന്നിവിടങ്ങളിൽ ജനസംഖ്യയുടെ 20%-ലധികം പേർ വിദേശികളാണ്. സ്പെയിനിൽ ഇത് 19.3%, ഫ്രാൻസിൽ 14%. എന്നാൽ പോളണ്ട്, റൊമാനിയ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വിദേശികളുടെ എണ്ണം 5%-ൽ താഴെ മാത്രമാണ്. ആകെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയാണ് മുന്നിൽ. 1.72 കോടി വിദേശികളാണ് ഇവിടെയുള്ളത്. ഫ്രാൻസിൽ 96 ലക്ഷവും സ്പെയിനിൽ 95 ലക്ഷവും ഇറ്റലിയിൽ 69 ലക്ഷവും ആണ്. യൂറോപ്യൻ യൂണിയനിലെ ആകെ വിദേശികളിൽ 67%-വും ഈ 4 രാജ്യങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. ജർമ്മനിക്കും ഫ്രാൻസിനും പുറമെ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രിയയിലും വിദേശത്ത് നിന്ന് വന്നവരുടെ എണ്ണം ദശലക്ഷങ്ങൾ കടന്നു. പ്രധാന രാജ്യങ്ങളിലെ വിദേശികളുടെ എണ്ണം നോക്കിയാൽ സ്വിറ്റ്സർലൻഡ് 28 ലക്ഷവും, സ്വീഡൻ 22 ലക്ഷവും, ഓസ്ട്രിയ 21 ലക്ഷവും, നോർവേ 10 ലക്ഷവും, ഡെൻമാർക്ക് 8.62 ലക്ഷവുമാണ്. സ്വിറ്റ്സർലൻഡും നോർവേയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അല്ലെങ്കിലും ഷെങ്കൻ മേഖലയുടെ ഭാഗമായ ഈ രാജ്യങ്ങളിൽ വിദേശികളുടെ എണ്ണം ഗണ്യമായുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യയുടെ 31.7% വിദേശികളാണ്. വടക്കൻ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വിദേശികളുള്ള രാജ്യങ്ങളിലൊന്നായി സ്വീഡൻ മാറി. ഇതിവിടുത്തെ ജനസംഖ്യയുടെ 20%-ലധികം വരും. ഉക്രൈൻ, തുർക്കി, മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മൂന്നാം രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരിൽ ഭൂരിഭാഗവും. പോളണ്ട്, റൊമാനിയ, ബൾഗേറിയ, സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വിദേശികളുടെ എണ്ണം 5%-ൽ താഴെയാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിലവസരങ്ങളുമാണ് ഈ രാജ്യങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഗ്രീസ്, ലാത്വിയ ഒഴികെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും വിദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ജർമ്മനിയിലെ നിലവിലെ ഭരണകക്ഷികളായ CDU SPD സഖ്യം പുതിയ നികുതി പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച നടത്തി. രാജ്യത്തെ മധ്യവർഗക്കാരെയും കുറഞ്ഞ വരുമാനക്കാർക്കും നികുതി ഇളവ് നൽകുന്നതിനായി സർക്കാർ പുതിയ വഴികൾ തേടുകയാണ്. ഇതിന്റെ ഭാഗമായി വാറ്റ്, അതായത് വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ മേർവേർസ്റ്റെയർ വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇടത്തരം വരുമാനക്കാർക്ക് നികുതി ഇളവ് നൽകുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താൻ വേണ്ടിയാണ് ഈ നീക്കം. നിലവിലുള്ള 19% വാറ്റ് 21%-ആയോ അതിൽ കൂടുതലായോ ആയി വർദ്ധിപ്പിക്കാനാണ്
ആലോചന. എന്നാൽ വാറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് ആശ്വാസമായി ഭക്ഷണ സാധനങ്ങളുടെ മേലുള്ള നികുതി നിലവിൽ 7% പൂർണ്ണമായും ഒഴിവാക്കാനും സാധ്യതയുണ്ട്. ഇതിലൂടെ സാധാരണക്കാരുടെ വീട്ടുചെലവ് കുറയ്ക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. എന്നാൽ ഈ പ്ലാൻ നടപ്പിലായാൽ ചില ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളുമുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ നികുതി ഒഴിവാക്കിയാൽ പ്രതിവാര ഷോപ്പിംഗ് ബില്ലുകൾ കുറയും. ഇടത്തരം വരുമാനക്കാർക്ക് ഇൻകം ടാക്സിൽ ഇളവ് ലഭിക്കും. നിലവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജവില, വൈദ്യുതി, ഇന്ധനം എന്നിവയുടെ വില വാറ്റ് വർധനവിലൂടെ ഇനിയും ഉയരും. ഇത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകും. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കും സർക്കാരിന്റെ അവഗണനയ്ക്കുമെതിരെ ജർമ്മനിയിൽ ഫാർമസിസ്റ്റുകൾ രാജ്യവ്യാപകമായി പണിമുടക്കി. തിങ്കളാഴ്ച നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്യത്തെ ഭൂരിഭാഗം മരുന്ന് കടകളും അടഞ്ഞുകിടന്നു. ഇതോടെ മരുന്നുകൾക്കായി എത്തിയ ആയിരക്കണക്കിന് ആളുകൾ പ്രയാസത്തിലായി. ഫാർമസികൾക്കുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട സർക്കാരുമായി നിലനിൽക്കുന്ന തർക്കമാണ് പണിമുടക്കിലേക്ക് നയിച്ചത്. സാമ്പത്തിക ബാധ്യത മൂലം ജർമ്മനിയിൽ മരുന്ന് കടകൾ വ്യാപകമായി പൂട്ടുകയാണ്. 2025 അവസാനത്തോടെ രാജ്യത്തെ ഫാർമസികളുടെ എണ്ണം 16,600 കുറഞ്ഞു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 440 എണ്ണത്തിന്റെ കുറവുണ്ടായി. ചൈനയെ വിട്ട് ജർമ്മൻ കമ്പനികളുടെ മാറ്റം ഇപ്പോൾ ഇന്ത്യയിലേക്കാണ്. ചൈനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രവചനാതീതമാകുന്ന സാഹചര്യത്തിൽ ജർമ്മൻ കമ്പനികൾ ഇന്ത്യയിലെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. അസോസിയേഷൻ ഓഫ് ജർമ്മൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള പുതിയ വ്യാപാര കരാറുകൾ ജർമ്മൻ കമ്പനികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മെഷീനറി, കെമിക്കൽസ്, ഓട്ടോമോട്ടീവ് മേഖലകളിലാണ് ഇന്ത്യയിൽ കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ഓസ്ട്രേലിയൻ കുടിയേറ്റ സ്വപ്നങ്ങൾക്ക് മേൽ കർശന നിയന്ത്രണങ്ങളുമായി സർക്കാർ. ഇക്കൊല്ലം മാർച്ചിൽ നിലവിൽ വന്ന പുതിയ നിയമ ഭേദഗതി, അതായത് മൈഗ്രേഷൻ അമെന്റ്മെന്റ് ആക്ട് 2026 അനുസരിച്ച് പ്രവാസികൾക്കും പ്രത്യേകിച്ച് ഉപരിപഠനം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയാവും. മാർച്ച് 12 പാർലമെന്റ് പാസാക്കിയ നിയമം 14-ാം തീയതി മുതൽ പ്രാബല്യത്തിലായി. ഇതോടെ കൈവശം സാധുവായ വിസയുണ്ടെങ്കിൽ പോലും ഏത് നിമിഷവും ഓസ്ട്രേലിയയ്ക്കുള്ള പ്രവേശനം തടയാൻ ഇമിഗ്രേഷൻ മന്ത്രിക്ക് അമിത അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് അറൈവൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ എന്ന് ചോദിച്ചാൽ, ആഗോളതലത്തിലുണ്ടാകുന്ന യുദ്ധം, ആഭ്യന്തര കലാപം, സുരക്ഷാ ഭീഷണികൾ എന്നിവ കണക്കിലെടുത്ത് വിദേശത്തുള്ള താൽക്കാലിക വിസ ഉടമകളുടെ യാത്ര നിയന്ത്രിക്കാനാണ് ഈ പുതിയ പരിഷ്കാരം. ഈ പ്രത്യേക അധികാരം ഉപയോഗിച്ച് 6 മാസം വരെ ഒരു നിശ്ചിത രാജ്യക്കാരെയോ വിസ വിഭാഗത്തെയോ പ്രവേശനത്തിൽ നിന്ന് തടയാൻ സർക്കാരിന് സാധിക്കും. സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ ഇതിന്റെ കാലാവധി നീട്ടാനും വ്യവസ്ഥയുണ്ട്. ലക്ഷങ്ങൾ ഫീസ് അടച്ച് വിസ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ നിയമം ഏറ്റവും അധികം ബാധിക്കുക. വിസ നിലവിലുണ്ടെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പഠനത്തെയും സാമ്പത്തിക ഭദ്രതയും ബാധിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നിലവിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മലയാളികൾ അടക്കമുള്ള അപേക്ഷകരിൽ ആശങ്ക ശക്തമാണ്. നിലവിൽ വിസ റദ്ദാക്കപ്പെട്ടിട്ടില്ലെങ്കിലും മന്ത്രി ഉത്തരവിറക്കിയാൽ നിങ്ങളുടെ വിസ ഇൻ ഇഫക്റ്റ് അല്ലാതായി മാറും. സിസ്റ്റത്തിൽ വിസ കാണുമെങ്കിലും വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അറൈവൽ നോട്ട് ഓക്കെ എന്ന സന്ദേശം ലഭിക്കുകയോ ബോർഡിംഗ് പാസ് നിഷേധിക്കപ്പെടുകയോ ചെയ്യാം. പ്രധാനമായും ബാധിക്കുന്നത് സ്റ്റുഡന്റ് വിസ, വിസിറ്റർ വിസ, താൽക്കാലിക ഗ്രാജുവേറ്റ് വിസ, താൽക്കാലിക തൊഴിൽ വിസക്കാരെയാണ്. എന്നാൽ ഓസ്ട്രേലിയൻ പൗരന്മാർ, PR ഉടമകൾ, അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരെ ഈ നിയമം ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് മുൻപ് വിവോ പരിശോധിക്കേണ്ടി വരും. നിലവിൽ ആർക്കും യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ആഗോള സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഏത് നിമിഷവും നിയന്ത്രണങ്ങൾ വരാം. അതിനാൽ നാട്ടിൽ പോയി മടങ്ങുന്നവരും പുതുതായി പോകുന്നവരും യാത്രയ്ക്ക് തൊട്ടു മുമ്പ് തങ്ങളുടെ വിസ സ്റ്റാറ്റസ് വിവോ, അതായത് വിസ എൻടൈറ്റിൽമെന്റ് വെരിഫിക്കേഷൻ ഓൺലൈൻ വഴി പരിശോധിച്ച് ഇൻ ഇഫക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ജോലിക്ക് പോകുന്നതിനിടെ ഉണ്ടായ വാഹനാപകടത്തിൽ വിക്ടോറിയയിൽ മലയാളി യുവാവ് മരിച്ചു. പത്തനംതിട്ട എരുമേലി മുക്കോട്ടുതറ സ്വദേശി ടിജോ ജോസ് തോമസ് എന്ന 35-കാരനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വിക്ടോറിയയിലെ ബെൻഡിഗോയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. മെൽബണിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള കിൽമോറിലായിരുന്നു ടിജോയുടെ കുടുംബം താമസിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിക്കുന്ന ഷിഫ്റ്റിൽ ജോലിക്ക് കയറാനായി പോയപ്പോൾ യാത്രയ്ക്കിടെ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു. അപകട സമയത്ത് വാഹനത്തിൽ ടിജോ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമാണ് ടിജോ വിവാഹിതനായത്. 1 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. അഞ്ജു ആണ് ഭാര്യ. പ്രവാസി മലയാളികൾക്കായി സൗജന്യ നിയമസഹായ വെബിനാർ സംഘടിപ്പിക്കുന്നു. നോർക്ക അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ നടത്തുന്ന വെബിനാറിന് ലോക കേരള സഭാ അംഗവും പ്രമുഖ പ്രവാസി മാധ്യമ പ്രവർത്തകനുമായ ജോസ് കുമ്പളവേലിലാണ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രവാസികൾ അറിയേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റിയും വിദേശ മലയാളികളുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനുമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ജോസ് കുമ്പളവേലിൽ ശ്രദ്ധേയനാണ്. പ്രവാസികൾ നിത്യജീവിതത്തിൽ നേരിടുന്ന വിവിധ നിയമപരമായ പ്രശ്നങ്ങൾ, നോർക്ക വഴി ലഭ്യമാകുന്ന വിവിധ സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ
കൃത്യമായ ധാരണ നൽകാനാണ് വെബിനാർ ലക്ഷ്യമിടുന്നത്. കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൈഫ് ലൈറ്റ് ലീഗൽ എയ്ഡ് സെൽ പ്രധാനമായും സാധാരണക്കാർക്കും പ്രവാസികൾക്കും നിയമസഹായം എത്തിക്കുന്ന ഒരു സന്നദ്ധ വിഭാഗമാണ്. കോതമംഗലം രൂപതയുടെ കീഴിലുള്ള യുവജന പ്രസ്ഥാനങ്ങളുമായോ അല്ലെങ്കിൽ ഫാമിലി അപ്പസ്തോലേറ്റുമായോ ചേർന്നാണ് ഈ സംവിധാനം അല്ലെങ്കിൽ ലൈഫ് ലൈറ്റ് പ്രവർത്തിക്കുന്നത്. മാർച്ച് 25 ബുധനാഴ്ച ഇന്ത്യൻ സമയം 9 മണിക്കാണ് പ്ലാറ്റ്ഫോം ഗൂഗിൾ മീറ്റിലൂടെ വെബിനാർ നടത്തുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളുള്ളവർക്ക് സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.